ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനം, സ്നേഹവന്ദനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹ പ്രയത്നവും. പൗലോസ് അപ്പോസ്തലൻ അവർക്കുള്ള ചില ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവരുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അവരുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ദൈവമക്കളാക്കി തീർത്തപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് റോമർ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിക്കുന്നോ അവിടെ ആവരിക്കുന്നത് ദൈവസ്നേഹമാണ്, അഗപ്പെ സ്നേഹമാണ്. മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് പിതാവിന് ലഭിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ആ സ്നേഹം പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ ബഹു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ കാണുവാനുള്ളതായ പൗലോസിൻ്റെ ആഗ്രഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉളവായ ഒരു കാര്യമായിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഈ വിശ്വാസങ്ങളെ കുറിച്ച് ഇവിടെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരാണ്. ദൈവം അവരെ സ്നേഹിക്കുന്നു. അവരെ രക്ഷിച്ചത് മൂലം വെളിപ്പെടുത്തതായ ഒരു വസ്തുതയാണ് ദൈവം തൻ്റെ കൃപയാൽ അവർ രക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം അവിടുത്തെ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കണം. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ കർത്താവിനെ നാം സ്നേഹിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിർബന്ധത്താൽ ഉള്ള ഒരു സ്നേഹമല്ല, സ്വാഭാവികമായിരിക്കുന്ന ഒരു സ്നേഹമാണ്. ആ സ്നേഹം കർത്താവിൻ്റെ കൽപ്പനകളിലൂടെ
നാം വെളിപ്പെടുത്തണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമായി ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം എന്നുള്ളത്. മാത്രമല്ല, ഈ സ്നേഹത്തിൻ്റെ പലവിധമായ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? ഇത് വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചെറുക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. എത്ര അനുഗ്രഹീതമായ പ്രത്യേകതകളാണ് സ്നേഹത്തിൻ്റെതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, വിശ്വാസികൾ ഈ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായിരിക്കണം. 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തൻ്റെ മോട്ടിവേഷൻ അഥവാ തന്നെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്നുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, പൗലോസ് പറയുന്നുണ്ട് ഈ കൊരിന്ത്യ വിശ്വാസികളോട് അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. അവർക്ക് 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോട് സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തി വന്നിരിക്കുന്ന പോലെ. അപ്പോൾ അവരുടെ സ്നേഹത്തിൽ വളർന്നു വരികയാണ്. ഈ ധർമ്മകാര്യത്തിലും മുതിരുവീൻ, ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത ശോധന ചെയ്യേണ്ടതെന്ന് എത്ര പറയുന്നു. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത വെളിപ്പെടുകയാണ്. നാം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലേഖനകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം ദൈവം മറന്നു കളയുന്നില്ല. അപ്പോൾ ദൈവം മറക്കാത്ത ഒന്നാണ് നാം വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ കർത്താവിനോട് കാണിക്കുന്നതായ ആ സ്നേഹം. നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് തൻ്റെ ഭാര്യയായ റാഹേലിനു വേണ്ടി നീണ്ട 7 വർഷക്കാലം അധ്വാനിച്ചെങ്കിലും അവളുള്ള സ്നേഹം നിമിത്തം അതവന് ഒരു ചെറിയ കാലമായിട്ട് തോന്നി. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അത് നമുക്ക് വളരെ ഉത്സാഹം നൽകുന്നതും അത് വളരെ നമുക്ക് ആശ്വാസം നൽകുന്നതും അതുപോലെ നമുക്ക് എളുപ്പമുള്ളതാണ്. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി നാം ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ നമുക്കൊരു ഭാരമായിട്ട് തോന്നുകയില്ല. ഇവിടെ സ്നേഹത്തിന്റെ പ്രയത്നം എന്നാണ്. ലേബർ എന്ന് പറയുന്നത് പ്രവൃത്തിയല്ല, കഠിനാധ്വാനമാണ്. ക്ഷീണിക്കുന്നത് വരെ, തളരുന്നത് വരെയുള്ള അധ്വാനമാണ്. വളരെ ത്യാഗം സഹിച്ചുള്ളതായ ഒരു അധ്വാനത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ വിശ്വാസികൾ പറയാണ്, അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കി കൊടുക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ എവിടെ സ്നേഹമുണ്ടോ അവിടെ സേവനമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്,
ക്രിസ്തുവേശുവിൽ അഗ്രഹമല്ല, പരിച്ഛേദനയുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ആണ്. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ പ്രയത്നം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കാം, മറ്റുള്ളവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.